അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി ദൈവം നൽകിയിരിക്കുകയാണ്. സ്വതം 2024 ആദ്യ ആഴ്ചയിലെ ഈ ദിനങ്ങൾ വളരെ പ്രതീക്ഷകളോടെ ഓരോരുത്തരും പ്രാർത്ഥനയോടെയും പുതിയ തീരുമാനങ്ങളോടെയും ഒക്കെയാണ് ചുവടുകൾ വയ്ക്കുന്നത്. സ്തോത്രം. എന്തു തന്നെയായിരുന്നാലും ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം, കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നവരുടെ ജീവിതത്തിൽ സകലതും നന്മയായി തീർന്നിരിക്കും. ദോഷമായി ഒന്നും ഭവിപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല. സകലതും നന്മയാക്കി മാറ്റുന്ന ഒരു നല്ല രക്ഷകൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പിൻഗമിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ വണ്ണിലൂടെ പ്രകടനം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെ സ്നേഹവന്ദനം അറിയിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് ഇന്നലെ വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് നമ്മൾ ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ ഒരു വാഗ്ദത്ത വചനം എടുത്തിരുന്നു. അതിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 11-ാമത് വാക്യമായിരുന്നു. Psalms chapter 65 verse 11. അതിൻ്റെ ആദ്യ പദമായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടുത്ത വാക്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ വർഷത്തിൻ്റെ ആരംഭ ദിനത്തിൽ നമ്മുടെ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രിയിൽ നമ്മൾ ഈ ഒരു മെസ്സേജാണ് കൊടുത്തത്. അന്ന് പ്രഭാതത്തിലും ഇത് തന്നെയാണ് കൊടുത്തത്. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴങ്ങളിലേക്കൊന്ന് പതിയട്ടെ എന്നുള്ളതിനും ഒരു വാഗ്ദത്തം ഉറപ്പിക്കപ്പെടുവാനും അത് കോൺക്രീറ്റഡ് ആയിട്ടൊന്ന് ഉറക്കപ്പെടുവാനും അതിൻ്റെ പരിണിത ഫലമായി അത് ജീവിതത്തിൽ ജീവനായി പരിണമിച്ച് അത് സാക്ഷ്യമായി രൂപപ്പെടേണ്ടതിനുമാണ് ഞാൻ വീണ്ടും അത് എടുത്തത്. ഈ ആഴ്ച അതിനെ ഒന്ന് തറവാക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുവാൻ വേണ്ടി എടുത്തതാണ്. നമ്മുടെ വേഗത്തിൽ നമുക്ക് ആ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. Psalms chapter 65 verse 11. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. സംവത്സരത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. അതായത് നമ്മുടെ നന്മകളുടെ കിരീടമണിയിക്കുന്നു, നന്മയുടെ കിരീടമണിയിക്കുന്നു എന്നാണ് സ്തോത്രം അതിൻ്റെ മൂലഭാഷയിൽ പറയുന്നത്. അടുത്ത വാക്യം അത് ഇന്നലെ നമ്മൾ സംസാരിച്ചു. അടുത്ത വാക്യം നമ്മൾ പറയുന്ന പാതകൾ പുഷ്ടി പൊഴിക്കുന്നാക്കുന്നു, വഴികൾ പുഷ്ടി പൊഴിക്കുന്നാക്കുന്നു. അതിൻ്റെ മൂല പദത്തിൽ ഇങ്ങനെയാണ് വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഡ്രിപ് ദ അബണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പം അതായത് കവിഞ്ഞ് ഒഴുകുന്ന ഓവർഫ്ലോയിങ് അനുഗ്രഹം എന്നാണ്. കവിഞ്ഞൊഴുകുന്ന നിറവ് അനുഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പോൾ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്നാണ് ഉള്ളതാണ് സ്തോത്രം. ഇന്ന് സ്തോത്രം ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് പറയുവാണ്, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നിന്റെ എന്ന് ദാവീദ് അവിടെ പറയുമ്പോൾ യഹോവയായ ദൈവത്തെ നോക്കിക്കൊണ്ട് തന്നോടുള്ള കീർത്തനമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നതാണ് എന്നാണ് ദാവീദ് ഓർപ്പിക്കുന്നത്. തൻ്റെ ജീവിതാനുഭവമാണ്. തൻ്റെ ജീവിതത്തിൽ താൻ യഹോവയായ ദൈവത്തെ പിൻപറ്റി അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടക്കുന്ന തൻ്റെ ജീവിതത്തിൽ സ്തോത്രം പുഷ്ടിയുടെ ആ നിറവ് താൻ ആസ്വദിക്കുന്നത് കൊണ്ട് പറയുന്നത് നിൻ്റെ വഴികൾ പുഷ്ടി പൊഴിക്കുന്നതാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുവാനുള്ളതും അതുതന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന്. അപ്പോൾ കർത്താവാകുന്ന വഴി അതാണ് നീതിയുടെ പാതകൾ എന്ന് പറയുന്നത്. നീതി പാതകളിൽ എന്നെ നടത്തുന്നു, കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്നൊക്കെ സങ്കീർത്തനകാരൻ പറയുന്നതാണ്. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞ ആ വഴി ക്രിസ്തുവാകുന്ന വഴി. ഞാൻ അതിനെപ്പറ്റി അന്ന് പറഞ്ഞു. ആ ക്രിസ്തു നമുക്കൊരുക്കിയ വഴി എന്ന് പറയുന്നത് തൻ്റെ ദേഹം എന്ന തിരശീല ചീന്തിക്കൊണ്ടാണ്, തൻ്റെ ശരീരം കാൽവറിയിൽ തകർത്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു. എന്ന് പറഞ്ഞാൽ പാപികളായ നമുക്ക് പാപപരിഹാരം വരുത്തുവാൻ വേണ്ടി തന്നെത്താൻ ബലിയായി തകർക്കപ്പെട്ടു. അങ്ങനെ ആ തകർത്ത തൻ്റെ ശരീരം തകർത്ത് അതിലൂടെ നമുക്കൊരു വഴി തുറക്കുകയായിരുന്നു. സ്വർഗീയ പിതാവിൻ്റെ അരികിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള, പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ആ വഴി നമുക്ക് തുറക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി നിൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് പറയാം, അത് പുഷ്ടി പൊഴിക്കുന്ന വഴിയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വഴി നിറഞ്ഞു കവിയുന്ന അനുഗ്രഹങ്ങളുടെ വഴിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവവുമായി ചേർന്ന് ക്രിസ്തുവുമായി ചേർന്നുള്ള യാത്ര എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ യാത്രയും ഈ ഭൂമി കഴിഞ്ഞ് മരണയോർദാൻ കിടന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള സിയോൻ യാത്രയും അത് പുഷ്ടി നിറഞ്ഞതാണ്. അത് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? പാപികളും ദോഷികളുമായ നമുക്ക് നിത്യജീവൻ തന്ന ദൈവരാജ്യത്തിൻ്റെ അംശികളാക്കി തീർന്നു, മക്കളെന്ന പദവി നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം.
ദൈവത്തോട് ചേർന്നുള്ള ഈ വഴി അനുഗ്രഹീത വഴിയാണെന്നാണ്. സ്തോത്രം. നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. മരണമില്ലാത്തൊരു ജീവൻ്റെ വഴിയാണ്. സ്തോത്രം. ഈ വഴിയിൽ അല്ലലുകളില്ലാത്തൊരു വഴിയാണ്. നിറവാർന്ന വഴിയാണ്. സ്തോത്രം. അവിടെ തിരുവചനം പറയുന്ന പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ നിറവനുഭവിക്കുന്ന വഴിയാണ്. പക്ഷെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മകൾ ആചരിക്കുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും പിറുപിറുക്കുമ്പോൾ അങ്ങനെ ബലഹീനപ്പെട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഈ ജീവൻ്റെ വഴി കണ്ടെത്തുവാൻ കഴിയാത്തവരാണ് എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർക്ക് സ്തോത്രം, ആ വഴി സ്തോത്രം അനുഗ്രഹീതമായ വഴിയായി മാറുകയാണ്. സ്തോത്രം. അതിനകത്ത് സ്തോത്രം ഇഹലോകത്തിൻ്റെ തിന്മകൾക്ക് കടക്കാൻ കഴിയത്തില്ല. കാരണം അത് ഈ ലോകത്തെ ജയിച്ചവനൊരുക്കിയ വഴിയാണ്. പിശാചിൻ്റെ തലയെ തകർത്തുകൊണ്ടൊരുക്കിയ വഴിയാണ്. തൻ്റെ തിരശീല ചീന്തിക്കൊണ്ടൊരുക്കിയ വഴിയാണ്. അപ്പം തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള തൻ്റെ പരമയാഗത്തിലൂടെ തുറക്കപ്പെട്ട വഴിയാണ്. ആ വഴി സമൃദ്ധി ഹേതുവായ വഴിയാണ്. ജീവൻ്റെ സമൃദ്ധി ആ വഴിയിലുണ്ട്. ആ വഴിയിൽ രോഗബന്ധനങ്ങൾക്ക് നിങ്ങളെ ബന്ധിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ്റെ അടിപ്പിണരുകളാൽ വന്ന സൗഖ്യം ആ വഴിയിൽ നടക്കുന്നവൻ്റെ ശരീരത്തിൽ അനുഭവിക്കും. ആ വഴി താൻ സമ്പന്നനായിരുന്നിട്ടും താൻ സകല മഹത്വവും വെടിഞ്ഞ് താഴ്ന്ന ലേഖത്തേക്ക് ദരിദ്രനായി അവതരിച്ച കൃപയെ ഓർത്തുകൊള്ളു എന്ന് തിരുവരുന്നു. ക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപയെ നിങ്ങൾ ഓർത്തുകൊള്ളു. നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. അപ്പം ആ വഴി സമ്പന്നൻ്റെ വഴിയാണ്. നമുക്ക് വേണ്ടി ദാരിദ്ര്യം സ്വീകരിച്ച സമ്പന്നൻ്റെ വഴിയാണ്. സ്തോത്രം. അപ്പം ആ വഴിയിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ട്, സമ്പന്നതയുണ്ട്, നിറവുണ്ട്. അപ്പം ഇന്ന് പകൽ ക്രിസ്തുവാകുന്ന വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ശാശ്വത സമാധാനമുണ്ട്. കാരണം ആ വഴി എൻ്റെ തിരുവചനം പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ആർക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല. നിലനിൽക്കുന്ന സമാധാനം, ശാശ്വത സമാധാനം. അപ്പം ആ സമാധാനമാണ് ആ വഴിയിൽ നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്നത്. അപ്പം ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ രോഗമോ ശാരീരിക രോഗമോ ഭൗതിക ദാരിദ്ര്യമോ ആത്മീക ദാരിദ്ര്യമോ ഈ പറഞ്ഞ അസമാധാനമോ ഉറക്കമില്ലായ്മയോ ഭാരങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവാകുന്ന ജീവൻ്റെ പുതുവഴിയിലൂടെ നടക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ശൂന്യത വരത്തില്ല. അവിടെ പുഷ്ടിപ്പുണ്ടാകും, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ഉണ്ടാകും എന്ന് പറയുവാനാണ് ഞാനത് പറഞ്ഞത്. നിന്റെ വഴി എന്നാണ് അവിടെ പറഞ്ഞത്. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. പിതാവിൻ്റെ പാത എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ പാത നിന്റെ പാതകൾ എന്ന് ദാവീദ് അവിടെ പറയുമ്പോൾ ആ പാത എന്ന് പറയുന്ന ക്രിസ്തുവിലൂടെ നമുക്ക് തുറക്കപ്പെട്ട പാത. ആ പാതയിൽ ഈ പറഞ്ഞ ഒരു വിഭാഗ കാര്യങ്ങളിലും നമുക്ക് ശൂന്യത വരത്തില്ല. അവിടെ പുഷ്ടി ഉണ്ടായിരിക്കും, പൊഴിക്കപ്പെടും. അത് മലയാള ഭാഷയിൽ എങ്ങനെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നു ഡ്രിപ്പ് അബണ്ടൻസ്. ആ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം ആ വഴിയിലുണ്ട്. ആ വഴി ദാരിദ്ര്യത്തിൻ്റെ വഴിയല്ല, ആ വഴി ശൂന്യതയുടെ വഴിയല്ല, ആ വഴി കലഹത്തിൻ്റെ വഴിയല്ല, ആ വഴി നിരാശയുടെ വഴിയല്ല. അത് പ്രത്യാശ നിറഞ്ഞ വഴിയാണ്. ആ വഴിയിൽ സ്വതന്ത്രം രോഗബന്ധനങ്ങളില്ല, ആ വഴിയിൽ പൈശാചിക പോരുകളില്ല, ആ വഴിയിൽ അടിമത്വങ്ങളില്ല, ആ വഴിയിൽ ശാപങ്ങളില്ല. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന ആ വഴി, ആ പാതയിൽ പുഷ്ടി നിറഞ്ഞു നിൽക്കുകയാണ്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. ആ പാതയിൽ നമുക്ക് നടക്കാം. ആ പാതയിൽ 2024 ആ പാതയിലായിരിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, പ്രായമായവർ, അപ്പച്ചൻ അമ്മച്ചിമാർ, കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവരെ, ആ പുഷ്ടിപ്പ് നമുക്ക് അനുഭവിക്കാം. കാരണം നാം ക്രിസ്തു എന്ന വഴിയിലൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത്. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ആ വഴി തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ, ആ വഴിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങൾ നിശ്ചയമായും ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ എൻ്റെ ഉള്ളങ്ങളിലേക്ക് വരണമേ എന്ന് ക്ഷണിച്ച് ദൈവ പൈതലായാൽ ആ തിരുരക്തം കൊണ്ട് നിങ്ങൾ കഴുകിപ്പിടിച്ച് പാപത്തിൽ നിന്ന് മോചനം തന്ന് നീതീകരിക്കപ്പെടുകയും നിങ്ങൾ ദൈവമക്കളെന്ന പദവിയിലാകുകയും ഈ നീതിയുടെ പാതയിൽ അല്ലെങ്കിൽ ഈ ദേഹമെന്ന തിരശ്ശീല ചീന്തപ്പെട്ട് ഒരുക്കിയ സ്വർഗീയ പ്രവേശനത്തിനുള്ള ഈ വഴിയിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ജീവിതവും
ഈ പുഷ്ടി അനുഭവിപ്പാൻ ഇടയായിത്തീരും. അത് ഇന്ന് മുതൽ, ഈ മിനിറ്റുകൾ മുതൽ ആരേറ്റെടുത്താലും, ഏറ്റെടുത്തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരിക്കൽ കൂടി പറയണം, കർത്താവേ, ഞാൻ നിൻ്റെ വഴിയിലാണ് നടക്കുന്നത്, ആ പുഷ്ടി എന്നിലേക്ക് നിറയപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ധൈര്യത്തോടെ പറ, നിങ്ങൾ ഒന്നിനെ പറ്റിയും ക്ലേശപ്പെടണ്ട. നിങ്ങൾ നടക്കുന്നത് ജീവനുള്ള പുതുവഴിയായ ക്രിസ്തുവിനിലൂടെയാണ്. ആ പാതയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. അത് തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തിക്കൊണ്ടൊരുക്കിയ പാതയാണ്. ഞാൻ തന്നെയാണ് വഴിയെന്ന് പറഞ്ഞവൻ്റെ പാതയാണ്. ആ പാതയിൽ ശത്രുവിനെ എത്തി നോക്കാൻ പോലും കഴിയത്തില്ല. നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്ക് മാറി നിന്നേ പറ്റത്തുള്ളൂ. നിങ്ങളിലേക്ക് പരാജയം അടിച്ചേൽപ്പിച്ച സാഹചര്യങ്ങൾക്ക് മാറി നിന്നേ പറ്റൂ. കാരണം അത് ജയാളി നടന്നു പോയ വഴിയാണ്. ആ വഴിയിൽ പരാജയത്തിന് കാരണമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ നിന്നെ അസമാധാനത്തിൻ്റെ വേരുകൾക്ക് നിന്നിൽ ഇരിപ്പിടമില്ല. കാരണം അത് സമാധാനപുത്രൻ്റെ, സമാധാന പ്രഭുവിൻ്റെ വഴിയാണ്. അവിടെ സമാധാനം നിനക്ക് അനുഭവിക്കും. ഇന്ന് ഉറക്കമില്ലാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സ്വസ്ഥതയോടെ നിങ്ങൾക്ക് ഉറങ്ങുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ആ ക്രിസ്തുവാകുന്ന പാതയിലൂടെ നടക്കുന്ന നമ്മുടെ ജീവിതം പുഷ്ടി പൊഴിക്കുന്നതായി തീരുവാനിടയാവും. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. പ്രഭാതത്തിൽ സമയത്തിൻ്റെ പരിമിതികളുണ്ട്. നമുക്ക് മറ്റൊരു സമയം വിശാലമായി ഇത് വീണ്ടും വീണ്ടും ധ്യാനിക്കാം. ഈ വർഷം എന്തായിരുന്നാലും നിങ്ങൾ കടന്നു പോകുന്ന ഈ പാത ക്രിസ്തുവാകുന്ന ജീവൻ്റെ പുതുവഴിയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിശ്ചയമായി പുഷ്ടി പൊഴിക്കുന്ന, അല്ലെങ്കിൽ ഡ്രിപ്ഡ് അബൻഡൻസ് അനുഭവിക്കുന്ന, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം അനുഭവിക്കുന്ന, ഓവർ ഫ്ലോവിങ് അബൻഡൻസ് അനുഭവിക്കുന്ന ഒരു ദിനമായി, ഒരു മാസമായി, ഒരു വർഷമായി ഈ വർഷം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുക. വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു ആമേൻ പറയാൻ കഴിയുന്നവർ ആമേൻ പറഞ്ഞു. സകല ശൂന്യതയും മാറും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഈ പാതയിൽ അനുഭവിക്കാൻ പോവുകയാണ്. ഗോഡ് ബ്ലെസ് യു, ലവ് യു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്തു വരിക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ കർത്താവേ സ്തോത്രം, ഈ വചനം സൃഷ്ടിക്കപ്പെടട്ടെ, ഉരുവായി വരട്ടെ. കർത്താവ് ഇതിൽ നിന്ന് ജീവൻ വ്യാപരിക്കട്ടെ. ക്രിസ്തുവാകുന്ന പാതയിലൂടെ നടക്കുന്ന ഞങ്ങളുടെ ജീവിതം പുഷ്ടി പൊഴിക്കുന്നതായി തീരും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നതാകുമെന്ന് കേൾപ്പിച്ച ഈ വചനം ക്രിസ്തു യേശുവിലൂടെ കർത്താവെ കടക്കപ്പെട്ട ഞങ്ങൾക്ക് പുഷ്ടി, നിറവ്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം കർത്താവ് ഞങ്ങളിലേക്ക് പകരുന്നതിനായി സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏത് മേഖലകളിലാണ് അത് വേണ്ടതെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ അത് ചെയ്തു കൊടുക്കുന്നതിനായി സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ആഘോഷപൂർവ്വം സാക്ഷീകരിപ്പാൻ, കർത്താവെ നാവ് പോരാതെ വർണ്ണിപ്പാൻ, കേട്ടിരുന്ന ഓരോ വ്യക്തികളിലും ഇനി കേൾക്കാനിരിക്കുന്നവരിലും അത് നിറവേറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തിരികെയാണ്. രോഗങ്ങളിൽ നിന്ന് വിടുതൽ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസവും കർത്താവെ സമാധാനവും കൽപ്പിക്കുന്നു. ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് തലമുറകളിൽ പഠനത്തിൽ ഉന്നതി ഉണ്ടാകട്ടെ. അവർ വഴികൾ നേരെയായി തീരട്ടെ. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള സകലരെയും ഓർത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ഞങ്ങളുടെ സഭകളെയും കൂടിവരവുകളെയും ലീഡർഷിപ്പുകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ജോലിയില്ലാതെ ഖേദപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന വരുമാന സ്രോതസ്സുകൾ തുറക്കേണ്ടതിനായി ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളെയെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ക്രിസ്തുവിൽ ഞങ്ങളെ നടത്തിയവരെ ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. കൃപയാൽ ഇന്ന് ആദ്യമായി കാണുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും കൊടുക്കട്ടെ. കർത്താവെ, പരാജയങ്ങളെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് തല ഉയർത്തി അഭിമാനത്തോടെ ജയത്തോടെ നടന്ന് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സാക്ഷികളാകുവാൻ എന്നെ കേട്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. തൃക്കരങ്ങളിലേക്ക് നൽകി ഈ പ്രഭാതത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദിനത്തെ അനുഗ്രഹിക്കും, ഈ മാസത്തെ അനുഗ്രഹിക്കുന്നു, ഈ വർഷത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യണം. നമുക്ക് 24 hours പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളെല്ലാവരും ഉണ്ട്. അവരുമായി പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലും അത് കാരണമായി തീരും. കർത്താവിൻ്റെ ഒരു അനുഗ്രഹത്തെ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കും. വൺസ് അഗെയിൻ, ലവ് യു ഡിയർ.